ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പാലച്ചൂടിൽ സ്ഥിതി ചെയ്യുന്ന 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വില്ല പ്രൊജക്റ്റ് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും വാഴക്കാല ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് 5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സി ടൈപ്പിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി നല്ല ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കി തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 16 അടിയോളം നീളം വരുന്ന ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. അതിനിടെ ജിയുടെ പൈപ്പെല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. അവിടെ ഇന്റർലോക്ക് കട്ടയാണ് വിരിച്ചിട്ടുള്ളത്. വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കവേഡ് കാർപോർച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വീടിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. വടക്ക് കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു വരാം. വീടിന്റെ ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. എൽ ഷേപ്പിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കാണാൻ കഴിയുക. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഡോർ തുറന്ന് വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ നിർമ്മിച്ചിട്ടുള്ളത്. വലിപ്പമുള്ള ഒരു കോർണർ സെറ്റ് ഇടാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലിവിംഗ് ഹോളിൽ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ്. ലിവിംഗ് ഹോളിന്റെ 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. ഈ ഡൈനിങ് ഹോളിൽ നിന്നും നമുക്ക് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പോകാവുന്ന പ്രൊവിഷൻ ലഭിക്കുന്നത്. നമുക്ക് ഇനി നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഗ്രേ കളറും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. അത് ഫുൾ കവേർഡ് ആയിട്ട് ഷീറ്റെല്ലാം മേഞ്ഞ് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസും നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് ലഭിക്കുക. ഇവിടെ ഒരു സർവന്റ് ടോയ്ലറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു സൈഡിലായാണ് ബെഡ്റൂം വരുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്ക് കാണാം. ഇവിടെയും സീലിംഗ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബാത്റൂമിലെല്ലാം ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയായി ഒരു ടേബിൾ ടോപ്പോട് കൂടിയ ഒരു വാഷ് കൗണ്ടറും കാണാം. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിൽ വരുന്ന ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റും ഫാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി നമുക്ക് 3 ബെഡ്റൂമാണ് ലഭിക്കുക. ടോട്ടൽ 4 ബെഡ്റൂമിന്റെ വീടാണ്. ഇവിടെയായി നമുക്ക് 3 ബെഡ്റൂം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 12 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്.
ഇവിടെ ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സെറ ബ്രാൻഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിന് ഏകദേശം 13 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അത് ഈ ഒരു സൈഡിലായാണ്. ഇതിന് ഏകദേശം 15 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്കൊരു ചെറിയ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാനുള്ളത്. കൂടാതെ ഒരു ബാൽക്കണിയും ലഭിക്കുന്നുണ്ട്. അതിനു മുമ്പായി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. 3.300 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടി വരുന്ന വീടിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയും അതിന്റെ ഇടയിൽ വരുന്ന ഏറ്റവും ലാസ്റ്റായി വരുന്ന 4 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമോട് കൂടി വരുന്ന വീടിന് ചോദിക്കുന്ന റേറ്റ് 1,20 ലക്ഷം രൂപയുമാണ്. ഇത് എല്ലാ വീടുകളും റേറ്റ് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.